ഉത്രാടം ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെക്കുകയാണ് കേട്ടോ. ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്, കാരണം ആർക്കും പോകണ്ട, അവധിയൊക്കെ അല്ലേ. അപ്പം എന്തായാലും തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് അന്നത്തെ ഉറക്കം ഫുള്ള് പോകേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റായിട്ടൊക്കെയാണ് കേട്ടോ എഴുന്നേറ്റ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ രാവിലെ വിളക്കൊക്കെ കത്തിക്കുകയാണ്. ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് പുറത്തോട്ട് പോകണം, പിന്നെ ചേട്ടായുടെ അമ്മയുടെ അടുത്തോട്ട് പോകണം. നാളത്തെ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ രാത്രിയിൽ തിരിച്ചിങ്ങ് വരാനായിട്ടുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ അരിയാറുണ്ടെങ്കിൽ അരിഞ്ഞൊക്കെ കൊടുത്ത്, എന്നിട്ട് ഇനി വന്ന് വൈകിട്ട് കിടന്നുറങ്ങി രാവിലെ വിളക്കൊക്കെ കത്തിച്ച് അത്തപ്പൂവൊക്കെ ഇട്ടിട്ട് രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ നേരെ അങ്ങ് പോകും കേട്ടോ. അപ്പം കൊണ്ടുപോകേണ്ട ഉടുക്കേണ്ട സാരിയുടെയോ ഒന്നും ഒരു പ്ലാനിങ് ഒന്നും ആയിട്ടില്ല. ബ്ലൗസ് മാത്രം എനിക്ക് സെറ്റായി. സാരി ഇനി വന്നിട്ട് എടുക്കണം, എന്താ പറയുക, വാങ്ങിക്കാനല്ല, മുകളിൽ ബാഗിൽ താക്കി വെച്ചേക്കും കേട്ടോ. അപ്പോൾ അതിനി എടുക്കണം. ഏത് സാരി ഉടുക്കണമെന്നൊക്കെയുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും സാരിയും ബ്ലൗസും ഓർണമെൻറ്റ്സും എല്ലാം റെഡിയാക്കി കാത്തിരിക്കുമായിരിക്കും അല്ലേ തിരുവോണത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ഈ ഒരു വീഡിയോ വരുന്നത് ചിലപ്പം തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ആയിരിക്കും, കാരണം ഇന്നലെ ഞാൻ ഓൾറെഡി 2 വീഡിയോ എന്തോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, എന്തോ ഓർമ്മയില്ല. അപ്പം ഞാൻ ഇന്ന് ഉത്രാടം ആയതുകൊണ്ട് നാളെ തിരുവോണം, അപ്പം ഇന്നും നോൺ വെജ് ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മീനെല്ലാം എടുത്ത് പൂച്ചസാറിന് കൊടുക്കുവാണ് കേട്ടോ. നമ്മുടെ പൂച്ചക്കുട്ടൻ ഞാൻ കൊടുത്തു. അവനെന്തായാലും സന്തോഷമായിട്ടുണ്ട് കേട്ടോ, 3-4 കഷ്ണം മീൻ കിട്ടിയപ്പോഴത്തേനും. എന്നിട്ട് ഞാൻ അത് പാത്രമെല്ലാം കഴുകി വെച്ച് ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ട് ചെയ്യാനുള്ളതാണ്ട് അവിടെ താഴെ ഇരിക്കുന്ന ചവിട്ടുവത്തെ കഴുകാനുള്ളതാട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകിയിട്ട് റെഡിയായിട്ട് അങ്ങോട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുക. ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങണം. കുറച്ച് പരിപാടികളും കൂടി അതിന് മുമ്പേ ഉണ്ട് കേട്ടോ. പിന്നെ അതിന് മുമ്പ് ഞാൻ തുണി അങ്ങ് നനച്ചിട്ടിട്ടാണ് കേട്ടോ ബാക്കിയെല്ലാം ചെയ്യുന്നത്. തുണി ഇങ്ങനെ കൂടി കിടക്കുമ്പോഴത്തേനും അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാൽ നനയ്ക്കാൻ മടിയാണ്, അതാണ് ഇത്രയും കൂടി വരുന്നത്. സാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇപ്രാവശ്യം സാരി ഒന്നും എടുത്തില്ല കേട്ടോ. സെറ്റ് സാരി എടുത്തില്ല, സെറ്റ് മുണ്ടും എടുത്തില്ല, ഒരു സാരി എടുത്തില്ല കേട്ടോ. അതിന് പകരം ഞാൻ ആ പൈസയ്ക്ക് 2 ചുരിദാറാണ് എടുത്തത്. കാരണം സാരി വാങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം തിരുവോണത്തിൻ്റെ അന്ന് മാത്രമേ ഞാൻ ഉടുക്കത്തുള്ളൂ. എന്നിട്ട് അത് പിന്നെ മടക്കി ബാഗിലാക്കി ഷെയ്ഡിൻ്റെ മുകളിൽ വയ്ക്കുക ചെയ്യുന്നത്, അല്ലാതെ എങ്ങോട്ടും സാരി ഉടുത്തോണ്ട് പോകാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, നീലൂസിനെ കൊണ്ട് പോകുമ്പോൾ സാരി ഉടുത്തോണ്ട് പോകുന്നതൊക്കെ കുറച്ച് പോസിബിൾ അല്ല, അതാണ് കാര്യം. അവൻ്റെ പുറകെ ഓടാനും അവൻ അടങ്ങി നിൽക്കത്തില്ല, പിന്നെ എൻ്റെ സാരി പിടിച്ച് വലിക്കും, സാരി കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, അങ്ങനെയൊക്കെ കുറച്ച് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് വാങ്ങിച്ചത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അതിൻ്റെ ആ ഒരു തണ്ടൊക്കെ ഇറുത്ത് കളഞ്ഞിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ. ഇതാകുമ്പം കുറേ ദിവസം കേടുകൂടാതിരിക്കും. ഇനിയൊരു 4-5 ദിവസം അവധിയല്ലേ, അപ്പം കേടാവാതെ തിരിച്ച് വരുന്നവരെയും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം ഇരുന്നോളും, ഒരാഴ്ച കൂടുതൽ അതങ്ങനെ ഇരുന്നോളും കേടുവരാതെ. അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ കയറിയിട്ട് നേരെ തിരിച്ച് ഇനി വീട്ടിലോട്ട് പോകാം കേട്ടോ. വീഡിയോ എടുക്കാൻ നേരം റോഡാണോ എന്നൊന്നും നോക്കത്തില്ല, നീലൂസ് പല അഭ്യാസങ്ങളും കാണിക്കും. പിന്നെ ചേട്ടന്മാരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പോകുന്ന വഴിയിൽ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് കയറി കേട്ടോ. ഞങ്ങൾക്ക് 4 പേർക്ക് നാരങ്ങ വെള്ളവും നീലൂസിന് ഓറഞ്ച് ജ്യൂസും വാങ്ങിച്ചു. പിന്നെ അവൻ 2 കേക്കൊക്കെ വേണമെന്ന് പറഞ്ഞ്, കേക്ക് വലിയച്ചന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനറിയാം, അവൻ പറയുന്നത് അവന് വാങ്ങിച്ച് കൊടുക്കുമെന്ന് അവനറിയാം. ആ ഒരു ഇതിൽ അവൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു വലിയച്ഛനോട്, അത് വേണോ ഇത് വേണോ എന്നൊക്കെ. അങ്ങനെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ദിവസമായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. വലിയച്ഛന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അവന് പിന്നെ വേറെ ആരെയും വേണ്ട, അവൻ പറയുന്ന എല്ലാം സാധിച്ചു കൊടുത്തോളും. നമ്മുടെ അടുത്ത് അത് നടക്കത്തില്ല, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അത് നടക്കത്തില്ല. നമ്മൾ കുറച്ച് എന്താ പറയുക, സ്ട്രിക്റ്റ് ആവാനും ബലം പിടിക്കാനും ഒക്കെ നോക്കും, അവൻ പറയുന്നത് എല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കാതെ. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൻ അങ്ങോട്ടങ്ങ് പൊയ്ക്കോളും, എൻ്റെ വലിയച്ഛൻ വാങ്ങിച്ചു തരും എന്നൊക്കെ ഇപ്പം പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ചോറ് കഴിച്ചു കേട്ടോ. അമ്മ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അമ്മ പറഞ്ഞു നമുക്ക് ഇപ്പോൾ അരിയണ്ട, ഉച്ചയായിട്ടേ ഉള്ളൂ കേട്ടോ, ഇപ്പോൾ അരിയണ്ട, നമുക്ക് വൈകിട്ട് അരിഞ്ഞ് വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അരിഞ്ഞെല്ലാം സെറ്റാക്കി കൊടുത്തിട്ട് നമുക്ക് വൈകിട്ട് ഇറങ്ങാമെന്ന്. അങ്ങനെ എല്ലാവരും കൂടെ ഇനി കടയിലോട്ടൊക്കെ ഒന്ന് പോകണം കേട്ടോ. പിന്നെ അമ്മ ഓൾറെഡി അപ്പോഴേ അച്ചാറിനും പിന്നെ എന്തിനൊക്കെയോ അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുന്നത്
നിൽക്കുന്നത് നീലൂസാണ് കേട്ടോ. അതാണിങ്ങനെ ഇട്ട് എന്താ പറയുക അനക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, കലിപ്പൻ ചേട്ടായിയെ കണ്ടിട്ടില്ലല്ലോ. ഓണക്കലിപ്പൻ ചേട്ടായിയാണ് കേട്ടോ. കുറച്ച് കലിപ്പിൽ അവിടെ ഇങ്ങനെ നിൽക്കുക, ഇച്ചിരി ദേഷ്യത്തിൽ നിൽക്കുക. അപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി മസിൽ പിടുത്തം വിടും. ഞാൻ പറഞ്ഞു മസിൽ വിട്. അപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് വിട്ട്. നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് കലിപ്പായിട്ട് നിൽക്കുന്നേ, ചിരിക്കൂ മനുഷ്യ ചിരിക്കൂ എന്ന് പറഞ്ഞ്. എന്തിനാണ് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടി കളയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു, കുറേ നേരം അവിടെ നിന്നു കേട്ടോ. പിന്നെ കടയിലൊക്കെ കയറണമായിരുന്നു, കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നേ. പക്ഷേ കിട്ടിയില്ല, നോക്കിപ്പോയ സാധനങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്നു. പിന്നെ വൈകിട്ട് പോയി എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയാണ് തിരുവോണത്തിന് കാണാൻ